നമസ്കാരം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാരും നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിലൊന്നാണ് ക്ഷാമബത്ത് അഥവാ DA. ഇതിലുള്ള വർധനവ്. ഇതിനോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഓണക്കാലത്ത് ശമ്പളം നേരത്തെ ലഭിക്കുമോ, പെൻഷൻ വിതരണം എന്ന് ആരംഭിക്കും, നിലവിലെ സാമ്പത്തിക സാഹചര്യം ഈ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ, സർക്കാർ തലത്തിലുള്ള നടപടിക്രമങ്ങൾ, ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാടുകൾ, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം, അതുപോലെ തന്നെ ഔദ്യോഗിക ഉത്തരവുകൾ വരുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നിവയെല്ലാം തന്നെ വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഒപ്പം നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായിട്ട് വിലക്കയറ്റം മൂലം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായിട്ട് സർക്കാർ നൽകുന്ന ഒരു സാമ്പത്തിക ആനുകൂല്യമാണ് ക്ഷാമബത്ത്. വിപണിയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ തന്നെ വില ഉയരുമ്പോൾ ജീവനക്കാരുടെ വരുമാനത്തിന്റെ യഥാർത്ഥ മൂല്യം കുറഞ്ഞു പോകാതിരിക്കാനാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. സാധാരണയായി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയും ധനവകുപ്പിന്റെ വിലയിരുത്തലുകളും ഒക്കെ തന്നെ പരിഗണിച്ച ശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു DAയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം കുടിശ്ശികയായി തുടരുന്ന DA വിഹിതത്തിൽ ഒരു ഭാഗമെങ്കിലും അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന് ധനവകുപ്പിന്റെ വിശദമായിട്ടുള്ള പരിശോധനയും മന്ത്രിസഭയുടെ അംഗീകാരവും ഔദ്യോഗിക ഉത്തരവും അനിവാര്യമായതിനാൽ തന്നെ ഈ പ്രോസസ്സുകളൊക്കെ തന്നെ പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും. വിലക്കയറ്റം രൂക്ഷമായ നിലവിലെ സാഹചര്യത്തിൽ കുടിശ്ശികയായ DA ഉടൻ തന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സർവീസ് സംഘടനകൾ പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ തന്നെ വിലക്കയറ്റം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടുംബ ബജറ്റിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇത് ഉടൻ അനുവദിക്കണമെന്നുമാണ് അവരുടെയൊക്കെ തന്നെ പ്രധാന ആവശ്യം. എന്നാൽ മറുവശത്ത് സർക്കാരിന്റെ മുന്നിലുള്ളത് വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയാണ്. വരുമാനവും ചെലവും തമ്മിലുള്ള സന്തുലനം അത് നിലനിർത്തുക എന്നത് സർക്കാരിന് ഏറെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ശമ്പളം, പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, വായ്പാ തിരിച്ചടവുകൾ എന്നിവയെല്ലാം തന്നെ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഏതൊരു സാമ്പത്തിക തീരുമാനവും തികച്ചും ശ്രദ്ധയോടെ മാത്രമേ സർക്കാരിന് ഇവിടെ കൈക്കൊള്ളാൻ സാധിക്കൂ. ഇനി വരാനിരിക്കുന്ന ഓണക്കാലവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷമായതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിലും ഈ സമയത്ത് ചിലവുകൾ വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യസാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിവയൊക്കെ തന്നെ വാങ്ങുന്നതിനും അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുന്നതിനും കുട്ടികളുടെ ആവശ്യങ്ങൾക്കുമൊക്കെയായി വലിയൊരു തുക ഇതിനായി മാറ്റിവെക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇത്തവണയും നമുക്ക് ഓണത്തിന് മുൻപായിട്ട് ശമ്പളവും പെൻഷനും നേരത്തെ ലഭിക്കുമോ എന്ന ചർച്ച സജീവമാണ്. നിലവിലെ ചില വിവരങ്ങൾ അനുസരിച്ച് ഓണത്തിന് മുൻപ് ശമ്പളവും പെൻഷനും ക്രമീകരിച്ച് വിതരണം ചെയ്യാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നടക്കുന്നു. എങ്കിലും ഇതിലും ഔദ്യോഗികമായിട്ടുള്ള തീയതികൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ ഇതിൽ പൂർണ്ണമായ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ. DA അനുവദിച്ചാൽ അത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ലഭിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഭിക്കുന്നത് സർക്കാർ ഉത്തരവിന്റെ ഉള്ളടക്കം വരുമ്പോൾ മാത്രമാണ്. ഈ കുടിശ്ശിക ആർക്കൊക്കെ ബാധകമാണ്, പ്രാബല്യത്തിൽ വരുന്ന തീയതി ഏതാണ്, കുടിശ്ശിക തുക കണക്കാക്കുന്ന രീതി എങ്ങനെയാണ്, പെൻഷൻകാരിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉത്തരവിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അതിനാൽ തന്നെ ഔദ്യോഗിക രേഖകൾ വരുന്നതിന് മുൻപ് അഭ്യൂഹങ്ങൾ വിശ്വസിച്ച് മുൻകൂട്ടി നിഗമനങ്ങളിൽ എത്തുന്നത് ഒഴിവാക്കുന്നതാണ് ഈ സമയം നല്ലത്. മാത്രമല്ല, സർക്കാർ എടുക്കുന്ന ഏതൊരു സാമ്പത്തിക തീരുമാനവും ഭാവിയിൽ ദീർഘകാല ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ധനവകുപ്പ് നികുതി വരുമാനം, അതോടൊപ്പം തന്നെ കേന്ദ്ര വിഹിതം, കടബാധ്യതകൾ എന്നിവ കൃത്യമായിട്ട് വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനം ഇതിൽ അറിയിക്കുകയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ DA ഉടൻ വിതരണം ചെയ്യുന്നു, ഇന്നു മുതൽ പുതിയ തുക അക്കൗണ്ടിലേക്ക് എത്തും എന്ന രീതിയിലുള്ള നിരവധി വ്യാജ പ്രചരണങ്ങളും വാർത്തകളും ഒക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വസിച്ച് ആരും വഞ്ചിക്കപ്പെടരുത്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ധനവകുപ്പിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ, അറിയിപ്പുകൾ, മന്ത്രിസഭാ തീരുമാനങ്ങൾ, ട്രഷറി അറിയിപ്പുകൾ എന്നിവയിലൂടെ മാത്രമേ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. അതുവരെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കി സാമ്പത്തികാസൂത്രണം നടത്താതിരിക്കുക, ഓണക്കാലത്തെ ചെലവുകൾ കൃത്യമായി പ്ലാൻ ചെയ്യുക. ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക ഉത്തരവുകളോ തീരുമാനങ്ങളോ അറിയിപ്പുകളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ മറ്റൊരു വീഡിയോയിലൂടെ തന്നെ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരെയും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.